മനസ്സിലായില്ല. അതൊക്കെ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ആദ്യം നീ ഇന്ന് എവിടെ പോയതാന്ന് പറ. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ചേച്ചിയോട് പറയണമെന്ന് നിയമം വല്ലതും ഉണ്ടോ? ഈ വീട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കണമെങ്കിൽ നീ ഇത് പറഞ്ഞേ പറ്റൂ. എന്തായാലും അല്പം കൂടി ഒന്ന് ക്ഷമിക്കേ. എല്ലാത്തിനും സ്വയം ഒരു വഴി തെളിയും. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. അതുമാത്രമല്ല, അവന്തിയുടെ കാര്യത്തിൽ ചില ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് കിട്ടേണ്ട ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കാനും നമ്മൾ ഒരുമിച്ച് നിന്നാ സാധിക്കും. അതുകൂടി കഴിഞ്ഞാലല്ലേ സച്ചിയുടെ അടുത്തേക്ക് മടങ്ങിപ്പോയാലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. തൽക്കാലം ഒന്നും തകരാതെ, ആരെയും വേദനിപ്പിക്കാതെ സമാധാനമായിട്ട് അർച്ചനയ്ക്ക് തിരിച്ചു പോകാനുള്ള സമയമാകുന്നതുവരെ ഈ രഹസ്യം നമ്മുടെ രണ്ടുപേരുടെയും ഉള്ളിൽ ഭദ്രമായിട്ടിരിക്കട്ടെ. എന്തിനും ഏതിനും സഹായത്തിന് ഞാനുണ്ടാവും. നാളെ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ അന്തിമ വാദമാ. അതിനുള്ളിൽ സന്ദീപ് എന്റെ മുന്നിലെത്തണം. മാഡം ധൈര്യമായിരിക്കെ. നമ്മുടെ ആളുകൾ എവിടെ നിന്നെങ്കിലും അവനെ പൊക്കിയെടുക്കും. പക്ഷേ എനിക്കൊരു സംശയം, ഇനി അവൻ മനഃപൂർവ്വം നമ്മളെ ചതിച്ചാണോ? മാഡം, ഞാൻ ഉദ്ദേശിച്ചത് സന്ദീപ് സ്വയം മാറി നിൽക്കുന്നതാണെങ്കിലോ? അവൻ എന്നോടങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ പെരുമാറ്റത്തിൽ ഒരിടത്തും എനിക്കങ്ങനെ ഒരു സംശയം ഇതുവരെ തോന്നിയിട്ടുമില്ല. പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ ഒരു സംശയം തോന്നുന്നു. അയാളൊരു ഡബിൾ ഗെയിം കളിച്ചാണോ എന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവൻ അവന്റെ വീട്ടുകാരെ വെറുത്തു. സ്വന്തം ഭാര്യയ്ക്ക് ഡൈവോഴ്സ് നോട്ടീസ് അയച്ചു. ആ കേസ് കോടതിയിലാ. നമുക്ക് വേണ്ടി ആ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കി, സച്ചിയുമായിട്ട് തല്ലുണ്ടാക്കി. അവന്റെ ആത്മാർത്ഥതയെ ഇനി ഞാൻ സംശയിക്കണോ? അതല്ല അവന്റെയും അവന്റെ വീട്ടുകാരുടെയും പ്ലാൻ ആയിരുന്നെങ്കിലോ? മാഡത്തിന്റെ കമ്പനിയിൽ നുഴഞ്ഞു കയറി അത് തകർക്കുകയായിരുന്നു അവന്റെ ഉദ്ദേശമെങ്കിലോ? മാഡത്തിന്റെ വിശ്വാസ്യത പിടിച്ചുവാങ്ങാൻ വേണ്ടിയാണ് അവൻ അവന്റെ വീട്ടിൽ മനഃപൂർവ്വം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെങ്കിലോ? വീണുപോയപ്പോ ഒരു കൈ തന്ന് എനിക്ക് നല്ല വഴി കാണിച്ചെന്നത് ഏട്ടത്തിയാ. ആരെ എതിർക്കേണ്ടി വന്നാലും ഞാൻ ഏട്ടത്തിക്കൊപ്പം നിൽക്കും. അതെന്റെ കടമയാ. ഇപ്പൊ ഈ സംശയം മാഡത്തിനും തോന്നുന്നില്ലേ? ഇല്ല, ഇപ്പോഴും അവനെ സംശയിക്കാൻ എനിക്ക് തോന്നുന്നില്ല മൂർത്തി. ഞാൻ കല്യാണം കഴിച്ച ആ വീട്ടിൽ വന്നപ്പോൾ മുതൽ അറിയാവുന്നതാ അവന്റെ സ്വഭാവം. പല ഘട്ടങ്ങളിലും അവൻ എന്നോട് ശത്രുതയോട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നേർക്ക് നേരെ പരസ്യമായിട്ടായിരുന്നു. മൂർത്തി പറഞ്ഞതുപോലുള്ള പ്ലാനും പദ്ധതിയും അവന്റെ തലയിൽ വരില്ല. ആ കൂട്ടത്തിൽ പണത്തിനോട് ആർത്തിയുള്ളത് അവന് മാത്രമാ. ഞാൻ അവനെ കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിൽ നിയമിക്കാന്ന് പറഞ്ഞത് അവന് വലിയ സന്തോഷമായിരുന്നു. ആ പ്രതീക്ഷ മനസ്സിലുള്ളിടത്തോളം അവൻ എന്നെ ചതിക്കാൻ വേണ്ടി ഇങ്ങനെ മാറി നിൽക്കില്ല. ഇത് മറ്റാരുടെയോ ഗെയിമാണ്. നമ്മുടെ നീക്കങ്ങൾക്കിടയിൽ നമ്മൾ അറിയാതെ മറ്റൊരു ശത്രു നുഴഞ്ഞു കയറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും? എന്തായാലും സച്ചിയല്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. 2 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. ആരായിരുന്നു അത്? അതറിയില്ല. പക്ഷേ അയാൾ വിളിച്ചത് ഒരു സന്ദേശം നൽകാനായിരുന്നു. അല്ല, എന്ത് സന്ദേശം? എനിക്കെതിരെ ചിലർ പുതിയ പടയൊരുക്കം നടത്തുന്നു. ആര്? എവിടെ നിന്നായിരുന്നു ആ കോൾ വന്നത്? ആ നമ്പർ പരിശോധിച്ചില്ലേ? പരിശോധിച്ചു. അതൊരു ഇന്റർനെറ്റ് കോളായിരുന്നു. എവിടെ നിന്നാ കോൾ വന്നതെന്ന് വ്യക്തമല്ല. പക്ഷെ അതൊരു മുന്നറിയിപ്പാണ്. പുതിയൊരു ശത്രു വരാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പ്. ആരായിരിക്കും വരാൻ പോകുന്ന ആ പുതിയ ശത്രു? ഇനി അയാളാണോ സന്ദീപിനെ കൊണ്ട് ഒളിപ്പിച്ചത്? അതാരായിരിക്കും എന്നതിനെ കുറിച്ച് മാഡത്തിന് എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? പിന്നിട്ട വഴികളിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ചോര വീണ് പോയിട്ടുണ്ട്. ആ ചോരയിൽ എവിടെന്നെങ്കിലും കുരുത്തു വന്നതായിരിക്കും.
ഈ പുതിയ ശത്രു. അതാരായാലും നേരിടാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതിനു മുമ്പ് സന്ദീപിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഹലോ, സിറ്റി പോലീസ് സ്റ്റേഷൻ. ആരാ? ഞാൻ സി എ രാജീവിന്റെ വൈഫാണ്. സോറി മാഡം, ആളറിഞ്ഞില്ല. എന്താ മാഡം വിളിച്ചത്? രാജീവേട്ടൻ അവിടെ ഉണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കാമോ? സാറൊന്നും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. അടിയന്തരമായിട്ട് സ്റ്റേഷനിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. പക്ഷെ സാറൊന്ന് ലീവാണല്ലോ. രാവിലെ മുതൽ സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഞങ്ങൾ വിളിച്ചിട്ട് എടുത്തില്ല. മാഡം വിളിച്ചു നോക്കിയില്ലേ? ഞാൻ വിളിച്ചു, പക്ഷേ എടുക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചത്. മാഡം ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോൾ വേറെന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ഡ്യൂട്ടി ഉണ്ടാവും. ശരി, താങ്ക്സ്. അയാളുടെ ഒരു കോൺഫിഡൻഷ്യൽ ഡ്യൂട്ടി ഇന്ന് വരട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. അപ്പൊ ഞാൻ പേടിച്ചത് തന്നെ സംഭവിച്ചു. രാജീവേട്ടൻ സ്റ്റേഷനിലേക്കല്ല പോയത്. എന്നെ ചതിക്കുമായിരുന്നല്ലേ രണ്ടുപേരും കൂടി. നിക്ക്. എവിടെയായിരുന്നു ഇതുവരെ? ചോദിച്ച കേട്ടില്ലേ? നീ എവിടെ പോയിരുന്നോന്ന്? ഇതെന്താ ചോദ്യം ചെയ്യലോ? കള്ളത്തരം കാണിക്കുന്നവരെ സാധാരണ ചോദ്യം ചെയ്തേ പറ്റൂ. അതിന് ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചെന്നാ? ഈ വീട്ടിൽ ആരോടും പറയാതെ, നിന്റെ ഭർത്താവ് പോലും അറിയാതെ ഒളിച്ചും പാത്തും നീ എങ്ങോട്ടാ പോയതെന്ന് ഞങ്ങൾ കൂടി ഒന്ന് അറിയണമല്ലോ. ഓ, അതാണോ കാര്യം? അതെന്താ കാര്യമില്ലേ? എനിക്കെന്താ, ഈ വീട്ടിൽ എന്റെ അത്യാവശ്യങ്ങൾക്കൊന്നും പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യമില്ലേ? നിന്റെ സ്വാതന്ത്ര്യം ബാക്കിയുള്ളവരുടെ സമാധാനം കെടുത്തുന്നത് നല്ലതല്ല. ശിശിരേച്ചി എന്തോ മനസ്സിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുവോ? കുറച്ചു ദിവസമായിട്ട് ഞാൻ നല്ലതുപോലെ ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ കണ്ണും കാതും തുറന്നു തന്നെ ഇരിക്കുന്നത്. മനസ്സിലായില്ല. അതൊക്കെ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ആദ്യം നീ ഇന്ന് എവിടെ പോയതാന്ന് പറ. എനിക്ക് സൗകര്യമില്ലെങ്കിലോ? ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ചേച്ചിയോട് പറയണമെന്ന് നിയമം വല്ലതും ഉണ്ടോ? ഈ വീട്ടിലെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കണമെങ്കിൽ നീ ഇത് പറഞ്ഞേ പറ്റൂ. ശിശിരേ,